ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയുള്ള ദിവസമാണെന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങളുടെ പിന്നെന്താ ട്രേഡ് ചെയ്യാനുള്ള ആ സംയമനത്തെ അതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം പലരും കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ പഠിച്ചു. ഓക്കെ, ധാരാളം പേര് മെസ്സേജ് അയച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും മെസ്സേജ് കാണാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഈ ധാരാളം മെസ്സേജുകൾ വരുമ്പോൾ ആദ്യം അയക്കുന്ന മെസ്സേജ് അങ്ങ് താഴെ പോകും. പിന്നെ ഞാനത് സ്ക്രോൾ ചെയ്ത് മേലോട്ട് നോക്കിയെങ്കിൽ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് കാണാം. അങ്ങനെ ചിലരുടെ മെസ്സേജുകളൊക്കെ അങ്ങ് താഴെ പോകും. പിന്നെ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ സദയം ക്ഷമിക്കുക. കഴിവതും ഞാൻ കാണുമ്പം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു പക്ഷേ ഈ മെസ്സേജിൻ്റെ ആധിക്യം നിമിത്തം ചിലപ്പോൾ ഇതങ്ങ് സ്ക്രോൾ ചെയ്തങ്ങ് താഴെ പോകും. പിന്നെ കാണത്തില്ല, ശ്രദ്ധിക്കത്തില്ല. പിന്നെ മാർക്കറ്റും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനകത്തിൽ ശ്രദ്ധിക്കത്തില്ല. അപ്പം ഈ ആൾ കൂടിയപ്പം നമുക്കാണ് ബുദ്ധിമുട്ട്. എങ്കിൽ തന്നെ ഓക്കെ, ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് എനിക്ക് കുറേ പേര് പേഴ്സണൽ സ്ക്രീൻഷോട്ട് അയച്ചത് പ്രോഫിറ്റിനേക്കാൾ ഉപരി അവർ കണ്ടെത്തിയ ലെവലുകളാണ്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു റിയലി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓൺ ദ ട്രാക്കിലാണ്. നിങ്ങൾ പഠിക്കുന്ന ആ ട്രാക്കിലാണ്. ഞാൻ പഠിച്ചതും എന്നെ ഫോളോ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അത് മാർക്കറ്റിൽ അത് പരീക്ഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അതിൽ നിങ്ങൾ വിജയം കണ്ടെത്തി. അതിനെനിക്ക് സന്തോഷമുണ്ട്, മാത്രമല്ല അഭിമാനമുണ്ട്. കാരണം എന്താ പറയുന്നത്, നമ്മളെ തെറി വിളിക്കുന്നവരുടെ അല്ലെങ്കിൽ നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നവർക്ക് എതിരെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരുമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ എന്താ പറയുന്നത്, ഈ പഠിപ്പിക്കൽ കൊണ്ട് പണസമ്പാദനമാണ് എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഓരോരുത്തരും. അതിപ്പം ഒരാൾ അതിപ്പം 100 പേരിൽ 5 പേരെ ഉള്ളെങ്കിൽ ദാറ്റ്സ് ഇനഫ്. ഐ ആം ഹാപ്പി. കാരണം നിങ്ങൾ 5 പേരെങ്കിലും മാർക്കറ്റിൽ ചൊവ്വേറെ ട്രേഡ് ചെയ്യാൻ ഏബിൾ ആകുന്നുണ്ടല്ലോ, അത് മാത്രം മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ട്രേഡ് ചെയ്യാൻ പഠിക്കുമ്പോഴും നിങ്ങൾ ഇതിനകത്ത് നിന്ന് വിജയം കണ്ടെത്തുമ്പോഴും അഭിമാനം എനിക്കാണ്. മനസ്സിലായി? അപ്പം ആ അഭിമാനം നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സംഭവം മൊത്തത്തിലൊന്ന് അഴിച്ചു പെറുക്കുക. ഞാനിന്ന് ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ പ്രീ മാർക്കറ്റ് ഒരു ക്ലാസ് പോലെ ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ 2-3 കാര്യങ്ങൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അത് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ ഒരു ദിവസം ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെത്താൻ അത് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പലരും അത് കണ്ടുപിടിച്ച് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരികയും ചെയ്തു. അപ്പം ഇപ്പം നമ്മുടെ സ്ക്രീനിൽ ഇപ്പം നാട്ടിലെ സമയം എന്തുമായി, എല്ലാവരും പോൾ ചെയ്ത് കഴിഞ്ഞില്ല. ഇപ്പം നാട്ടിൽ 5 മണിയായി അല്ലേ? ഇപ്പോൾ ഏകദേശം 140 പേരോളം പ്രോഫിറ്റിലായി, 58 പേര് ലോസ്. അപ്പോൾ ഏകദേശം ഒരു 60-70% നമ്മൾ ട്രേഡ് ചെയ്തവരിൽ പ്രോഫിറ്റിലാണ് നിങ്ങൾ ഇറങ്ങിയത്. അപ്പം നമ്മുടെ സെബി പറയുന്നത് 8% ഉള്ളൂ അല്ലേ? 100-ൽ 8 പേര് മാത്രമേ വിജയിക്കുന്നുള്ളൂ, ബാക്കി 92 പേരും പരാജയം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് 100-ൽ ഒരു 60%, 60 പോട്ടെ, 50, 40, 30 അത്രയെങ്കിലും ആയാൽ തന്നെ നമുക്ക് സക്സസ് ആണ്. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് ഇന്നും 140 പേരോളം പ്രോഫിറ്റിൽ ഉണ്ട്. ഏകദേശം ഒരു 70%, 65-70%ഓളം ആൾക്കാർ പ്രോഫിറ്റിലാണ്. പിന്നെ കുറച്ച് പേരുടെ പ്രശ്നം വെച്ചാൽ ഓവർ ട്രേഡാണ്. ചിലർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ അവർ ട്രേഡ് ചെയ്തില്ല. അവർ ആകെ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ദിവസം പിന്നെ അവർ ട്രേഡ് ചെയ്യാറില്ല. അങ്ങനെയുള്ള ഒരു ആൾക്കാരുണ്ട്. അതൊക്കെ അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം അവരുടെ ആ തീരുമാനം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോരോ തീരുമാനങ്ങളല്ലേ. അപ്പോൾ ആ തീരുമാനങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സംഭവം നരിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കുറച്ച് പേര് പറഞ്ഞു ലെവലുകൾ കാണാൻ പറ്റും. ഞാൻ എന്നും ചെയ്യുന്ന അതേ ലെവലുകൾ തന്നെയാണ്, എല്ലാ കളറുകളൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു പക്ഷേങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പം മൊബൈലിലെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം 720p കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി. ഞാൻ ഈ വീഡിയോ ലോഡ് ചെയ്യുന്നത് HD-യിലാണ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ഡെഫിനിഷനിലാണ് ഞാനിത് ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു 720p എങ്കിലും നാട്ടിലിട്ട് കാണുവാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, ക്ലിയറായിട്ട്. പിന്നെ മൊബൈലിൽ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പിടിക്കാതെ ഹൊറിസോണ്ടലായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. മൊബൈൽ തിരിച്ചു പിടിച്ച് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ലെവൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമയം നമ്മുടെ പോവും. അപ്പോൾ നിങ്ങൾക്കത് അരോചകമായിട്ട് തോന്നും. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് ഞാൻ പറഞ്ഞു തന്നൊരു ക്ലാസ് പോലെ ആയിരിക്കും. നമുക്കിപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം. എന്താ സംഭവിച്ചത്. ഞാൻ രാവിലെ ഇപ്പോൾ നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. അപ്പോൾ ഞാൻ രാവിലെ
നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു അല്ലേ, ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാപ്പ് ഡൗൺ അല്ല, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു, സോറി, ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഈ 10 പോയിൻ്റ് കൊണ്ട് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓൺ പോയത്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു ഒരു പക്ഷെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്ന് നമ്മുടെ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാനായിരിക്കും സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ താഴോട്ട് വരാനൊന്നും നിന്നില്ല. മാർക്കറ്റ് ഒരു വൺ സൈഡ് റാലി ആയിരുന്നു, വൺ സൈഡ് റാലി. അപ്പം നമുക്ക് ഇച്ചിരി വലുതാക്കി കാണിക്കാം. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെയാണ് എൻട്രി ഓപ്പർച്യൂണിറ്റി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പറഞ്ഞു, മാർക്കറ്റിൽ നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് മാത്രമേ എൻട്രി എടുക്കാവൂ. 5, 10, 15 മിനിറ്റ് സാവകാശം കൊടുക്കുക. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകാൻ വേണ്ടി സാവകാശം കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങളൊരു എൻട്രി നോക്കുക എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനി ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ട്രേഡ് ചെയ്യുന്ന 2 കൂട്ടരുണ്ട്. ഒന്ന് ബിഗിനറുണ്ട്, ഒന്ന് ഇച്ചിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ 2 കൂട്ടരും 2 രീതിയിലാണ് മാർക്കറ്റിനെ കാണുന്നത്. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. ചില ക്യാൻഡിലുകൾ കണ്ടു കഴിഞ്ഞാൽ ആ ക്യാൻഡിലുകളുടെ സ്വഭാവം മനസ്സിലാക്കി പെട്ടെന്ന് നമുക്ക് ട്രേഡിൽ കയറാൻ പറ്റും. പക്ഷേ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അവർ ആ കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ അതേ സ്വഭാവം വന്നെങ്കിൽ മാത്രമേ അവർ എൻട്രി എടുക്കത്തുള്ളൂ. അപ്പോൾ 2 കൂട്ടർക്ക് ഒന്ന് കൃത്യമായിട്ട് എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ എൻട്രി നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തില്ലേ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് 22,154 നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ആ റേഞ്ചിന് അടുത്ത് വരെ വന്നു ഇല്ലേ, ആ റേഞ്ചിന് അടുത്ത് വന്നു കുറച്ചൊരു റിവേഴ്സിൽ വന്നു. അടുത്ത ക്യാൻഡിൽ വീണ്ടും നമുക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പം ഈ രണ്ടാമത്തെ ക്യാൻഡിൽ നോക്കുമ്പോൾ ഇപ്പം ഇത് ഞാൻ ബിഗിനേഴ്സിനോടല്ല പറയുന്നത്, ബിഗിനേഴ്സ് മനസ്സിലാക്കാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ട്രേഡ് എടുത്തു എന്ന് പറയാനും ആണ് ഞാനിപ്പം ഇത് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. ബിഗിനേഴ്സ് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കുക. ബിഗിനേഴ്സ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ നിന്ന് മാറി. നമ്മൾ ഫസ്റ്റ് ലെവൽ എന്തുവാ, നമ്മുടെ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്തുവാ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടി നിങ്ങൾ ട്രേഡ് എടുക്കണം എന്നാണ് നിങ്ങൾ പഠിച്ചേക്കുന്നത് ഇല്ലേ. അപ്പം നമ്മൾ ഇതൊരു ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്, ഒരു ഫസ്റ്റ് സ്റ്റേജാണ്. അല്ല, നിങ്ങൾ തുടക്കക്കാരെന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സേഫ് ഒരു എൻട്രി പറഞ്ഞു നിൽക്കുന്നത്. അതായത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു 75% ബോഡി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കാവൂ, ഇല്ലെങ്കിൽ എൻട്രി എടുക്കല്ലേ എന്നാണ് നിങ്ങൾ പഠിച്ചേക്കുന്നത്. ഞാൻ ബിഗിനറോടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കാലെടുത്ത് വെക്കാനുള്ളൊരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞു. സെക്കൻഡ് ക്യാൻഡിൽ നമുക്കിവിടെ നല്ല ക്ലോസിങ് കിട്ടി. ഈ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ, മുകളിൽ ശകലം പോലും വിക്കില്ല, ഫുൾ ക്ലോസിങ് ആണ് മാർക്കറ്റ്. ഒരു റിജക്ഷൻ പോലും മുകളിൽ നിന്നില്ല, ഉണ്ടോ? ഇല്ല, ഫുൾ ക്ലോസിങ് ആയിട്ടുള്ളൊരു ഫുൾ ബോഡിയുള്ള ഫുൾ ക്ലോസിങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോഴും നമുക്ക് ഇവിടെ ഒരു എൻട്രിക്ക് നമുക്ക് പറ്റത്തില്ല. കാരണം എന്താ, കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടോ അല്ലെങ്കിൽ ഇവിടോ ആയിരിക്കും ഇല്ലേ, അപ്പോൾ കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളെപ്പോഴും മാർക്കറ്റ് ഒരു പരിധി വിട്ട് നമ്മുടെ റേഞ്ചിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റീട്രേസ് എന്ന് പറയും, അല്ലെങ്കിൽ റീടെസ്റ്റ് എന്ന് പറയും. അന്ന് റീടെസ്റ്റിന് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാവൂ. അല്ല മേളിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഭയങ്കര കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഇവിടെ ഫുൾ ഒരു ബോഡി നമുക്ക് കിട്ടി, ഇവിടെ ക്ലോസിങ് കിട്ടി. അടുത്ത ക്യാൻഡിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിലും ആദ്യം മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ താഴോട്ടാണ് വന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു റീടെസ്റ്റാണ് നടന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഇത് ആദ്യം റെഡായിരുന്നു. എനിക്കിപ്പോൾ ആ പ്രീമിയം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ റീപ്ലൈ ഇട്ട് കാണിക്കായിരുന്നു. അത് ഇല്ലാതായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. ഇതിലോട്ട് അതിൻ്റെ ഒരു ഓഫർ വന്നിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ ഇത് നോക്കി കാണാൻ പറ്റുന്നോ നിങ്ങൾക്ക്? ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കാം. ദാ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞു, സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ അല്ലേ, നമുക്ക് ഫുൾ ക്ലോസിങ് ആയിട്ട് ഇവിടെ ഒരു വിക്ക് പോലും ഇല്ല. അതിനകത്ത് എന്തുവാ, മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്, ഒരു റിജക്ഷൻ പോലും ഇല്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലായി ഇല്ലേ. പക്ഷേ നമുക്ക് ഇവിടുന്ന് അടുത്ത ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുകയില്ല. എന്താ കാര്യം, ഇത്രയും ദൂരെ പോയി. അത് മാത്രമല്ല നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയിട്ടില്ല. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല, 50-50 അപ്പുറം ഇപ്പുറമാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുന്നില്ല. പക്ഷെങ്കിൽ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ, പിന്നെ ഞാൻ പറഞ്ഞേക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റ് റീടെസ്റ്റിന് വരണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു റീടെസ്റ്റ് നടന്നു. അതാ നോക്കിക്കേ, കണ്ടോ, ഈ ക്യാൻഡിൽ ഇവിടെ വന്ന് ടച്ച്
ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്തു ഇല്ലേ. അതായത് ഈ ക്യാൻഡിൽ ഇത് ആക്ച്വലി ഇത് ഒരു റെഡ് ക്യാൻഡിലാണ്. ഇത് റെഡ് ക്യാൻഡിൽ ഇവിടെ വരെ വന്നു, നേരെ താഴെ വന്നു, റെഡ് ക്യാൻഡിൽ ഫോം ആയതിന് ശേഷമാണ് ഇത് മേലോട്ട് റിജക്ഷൻ കഴിഞ്ഞ് പോയി ഇത് ഗ്രീൻ ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ, ഞാൻ ബിഗിനറോടല്ല പറയുന്നത്, ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ഇത് നോട്ടിഫൈ ചെയ്യും. ഈ സംഭവം, ഈ സിനാരിയോ അവൻ പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യും. അവൻ മനസ്സിലായി. കാരണം ഈ ക്യാൻഡിൽ എന്തുവാ, ഈ നിങ്ങൾ ഭാവിയിലേക്ക്, ബിഗിനറിനോട് ഞാൻ പറയുന്നത് നിങ്ങളിത് ഭാവിയിൽ നിങ്ങളിത് മനസ്സിലാക്കി വെക്കാനും പഠിക്കാനും വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ഇവിടെ കിട്ടി, ഫുൾ ക്ലോസിംഗ് ഉള്ള ക്യാൻഡിൽ കിട്ടി. അപ്പം മാർക്കറ്റ് ബുള്ളിഷാണ് നമുക്ക് മനസ്സിലായി. പക്ഷേ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടില്ല. അപ്പോൾ എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടുത്തെ ഒരു റീടെസ്റ്റ് കിട്ടി. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ കറക്റ്റായിട്ട് ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് നേരെ റിവേഴ്സ് ചെയ്തു. അപ്പം ഈ എക്സ്പീരിയൻസിലുള്ള ട്രേഡർ എന്ത് ചെയ്യും, ഇവനിത് നോട്ട് ചെയ്ത് വെക്കും. കാരണം എന്താ, ഇവിടെ റീട്രേസ്മെൻറ്റ് നടന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു റീടെസ്റ്റ് നടന്നു. അപ്പോൾ അവൻ അപ്പം തന്നെ ചാടി ഇവിടെ എൻട്രി എടുക്കും അല്ലേ. ആ എൻട്രി എടുത്തു, കറക്റ്റായിട്ട് മാർക്കറ്റ് മുകളിലോട്ട്. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓക്കെയാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും അല്ലേ. ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കറക്റ്റ് ഒരു ഒന്നുകിൽ ഈ ടാർഗറ്റ്, ഒന്നുകിൽ ന്യായം പാലിക്കുന്നവർക്കാണെങ്കിൽ ഒന്നുകിൽ ഇവിടുന്ന് തന്നെ ഏകദേശം എത്ര പോയാലും ഇവിടെ ആയിരിക്കും നിങ്ങൾ കയറിയാൽ തന്നെ 150, 216, ഏകദേശം ഒരു 60-70 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, 60-70 പോയിൻ്റ് ഇവിടം വരെയുണ്ട്. പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് കയറി കഴിഞ്ഞ് ഇവിടെ നമ്മൾ കയറി ഇല്ലേ. അതിനുശേഷം നമ്മൾ ബൈ പ്രൈസ് ഉണ്ട് SLO, അല്ലെങ്കിൽ ഈ ഏരിയയിലാണെങ്കിലും കൊണ്ട് SLO, അതൊക്കെ ഒരു അഡ്വാൻസ്ഡ് സിനാരിയോ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ന്യായം ഇവിടെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ബൈ പ്രൈസ് SLO വെച്ച് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോവുക. പിന്നെ 2 ക്യാൻഡിൽ മുകളിലോട്ട് പോയി, പിന്നെ ഇവിടുന്ന് റിജക്ഷനായി ഇല്ലേ. ഇവിടെ വന്നു, റിജക്ഷൻ വന്നു, പിന്നെ റെഡ് ക്യാൻഡിൽ ഫോമായി. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, കൈ ഒഴിയും. അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ റിജക്ഷനായി, ഇവിടെയൊക്കെ ഇറങ്ങാനുള്ള ഏരിയ സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. 1, 2, 3, 4 ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ റിജക്ഷൻ ഏരിയ ആണ്, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കയറിയവർക്ക് ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എത്രയാണ് വാട്ട്സ് എവർ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് ഇല്ലാത്തവർ പലരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഓക്കെ, അതിനുശേഷം ഇനി അടുത്ത സിനാരിയോ പറയാം. രണ്ടാമത്തെ, ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്, ബിഗിനർ അല്ല. പക്ഷേ ബിഗിനർ നിങ്ങളിത് മനസ്സിലാക്കുക. ഓക്കെ, എന്താ സംഭവം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മാർക്കറ്റ് നോക്കിക്കേ, ഇവിടുന്ന് റിജക്ഷൻ വന്നു. ഓക്കെ, രണ്ടാമത്തെ, ഇപ്പോൾ ഫസ്റ്റ് സിനാരിയോ നമ്മുടെ കഴിഞ്ഞു. ട്രേഡ് നമ്പർ 1 കഴിഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് സിനാരിയോ, മാർക്കറ്റ് ഇവിടെ വന്നു, ഒരു പോയിന്റിലെത്തിയതിന് ശേഷം എന്ത് ചെയ്തു, ഇവിടുന്ന് റിജക്ഷൻ വന്നു. 1 ക്യാൻഡിൽ, 2ാമത്തെ ക്യാൻഡിൽ, 3ാമത്തെ ക്യാൻഡിൽ, 4ാമത്തെ ക്യാൻഡിൽ, 4 ക്യാൻഡിൽ വന്നു, ഇവിടുന്ന് റിജക്ഷൻ വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പം വീണ്ടും തിരിച്ച് എവിടെ വന്നു, മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ വരച്ച വരയിൽ, അതായത് 22,216 വന്നിട്ട് 22,216 വന്ന് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ. ഇവിടെ റിജക്ഷൻ കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോമായപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബിഗിനർ ആണെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിലും മനസ്സിലായി ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റം മുകളിലോട്ട് ഉണ്ട്. കാരണം എന്താ, താഴെ പോയെങ്കിലും റിജക്ഷൻ വന്നു. ഇതിപ്പോൾ 80% ബോഡി ഈ ക്യാൻഡിലിനുണ്ട് ഇല്ലേ. ഈ ക്യാൻഡിൽ 80% ബോഡി ഇല്ലേ. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. കാരണം മാർക്കറ്റ് ഇവിടെ വന്നു, സപ്പോർട്ട് എടുത്തു, അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ഇതിപ്പോൾ ഇതിന് വേണ്ട റീടെസ്റ്റായിട്ട് കണക്കാക്കാം. റീടെസ്റ്റായിട്ട് കണക്കാക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇവിടുന്ന് റീടെസ്റ്റ് നോക്കിയില്ലെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫില്ലായി, നമുക്കിവിടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കിട്ടി. ഇവിടെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ട്രേഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്, 22,291 കറക്റ്റായിട്ട് അവിടെ ഒന്ന് ഹിറ്റ് ചെയ്ത് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ, അതായത് 216 മുതൽ 291 വരെ ഏകദേശം 70 പോയിൻറ്റ്, ഇവിടുന്ന് ഇവിടം വരെ 70 പോയിൻറ്റ് നമുക്ക് സ്ട്രൈക്കിനകത്തിൽ കിട്ടി. എത്ര 10, 20, 30 പോയിൻറ്റ് നിങ്ങളുടെ സൗകര്യം പോലെ. അപ്പം ട്രേഡ് നമ്പർ 2 കഴിഞ്ഞു ഇല്ലേ. ഇതൊക്കെ നിങ്ങൾ എടുത്തു എടുക്കണം ഇപ്പം മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ വരച്ച് കാണിക്കുന്നതല്ല. ഞാൻ ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ. അല്ലാതെ ഞാൻ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വായ്ത്താളം അടിക്കുകയല്ല. ആണോ? അല്ല. നിങ്ങൾക്ക് ഓരോ മൊമെൻറ്റിലും ഞാൻ കൃത്യമായിട്ട് ഓരോ സപ്പോർട്ട് എടുക്കുമ്പോഴും ഓരോ റെസൾട്ട് എടുക്കുമ്പോഴും ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് വാചാലം അടിക്കുകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രേഡ് നമ്പർ 2 കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ 1 കഴിഞ്ഞു, ഇവിടെ 2ാമത്തെ ട്രേഡും കഴിഞ്ഞു ഇല്ലേ. ഇനി നമുക്ക് എന്തുവാ, മാർക്കറ്റ് കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. മാർക്കറ്റ് കുറച്ച് നേരം
കൺസോൾഡേറ്റ് ചെയ്തു ഇല്ലേ? കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നു ഇല്ലേ? മാർക്കറ്റ് ഇവിടെ പോയി റിജക്ഷൻ വന്നു, കുറേ നേരം കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ 22,291 എന്ത് ചെയ്തു? ഇവിടെ ബ്രേക്ക് ചെയ്തു ഇല്ലേ? ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മുടെ എൻട്രി നോക്കിക്കേ. ഞാനിവിടെ അന്നേരപ്പോൾ തന്നെ ഞാനിവിടെ ഇതൊരു പെർഫെക്റ്റ് എൻട്രി ആണെന്ന് ഞാൻ അന്നേരപ്പോൾ തന്നെ റൗണ്ട് ചെയ്ത് വരച്ച് ഗ്രൂപ്പിലിട്ടു അല്ലേ? നമുക്ക് ഇച്ചിരി താത്ത് നോക്കാം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെങ്കിൽ. ഇത്ര നിൽക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊരു പെർഫെക്റ്റ് എൻട്രി ഇല്ലേ? പെർഫെക്റ്റ് എൻട്രി ആണ് ഇത്. നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. നോക്കി, ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫുൾ ബോഡിയിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി നമുക്കിവിടെ കിട്ടി. നോക്കിക്കേ, കറക്റ്റായിട്ടൊരു എൻട്രി കിട്ടി ഇല്ലേ? ആ എൻട്രി ഞാനിവിടെ ഇത് അന്നേരം വരച്ച് കാണിച്ചതായത് ഞാൻ പെർഫെക്റ്റ് എൻട്രി നിന്ന്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം. ഇത് പലരും എന്നെ പലരും എടുത്ത് ഈ ട്രേഡ് പല ബിഗിനേഴ്സും എടുത്തു. അത് നോക്കിക്കേ, അതിനുശേഷം നല്ലൊരു മർബോസ് കിട്ടി ഇല്ലേ? അതിനുശേഷം ഇവിടെ ഒരു ഫുൾ ബോഡി ക്യാൻഡിലാണ് ഇത്. അതിനുശേഷം വീണ്ടും ഒരു ഫുൾ ബോഡി ഒരു മർബോസ് ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് കൃത്യമായിട്ട് മുകളിലോട്ട് പോയി. എത്ര പോയിന്റ്? 291 മുതൽ 375 വരെ, ഏകദേശം ഒരു 100 പോയിന്റിനടുത്ത്, നമുക്കൊരു 100 പോയിന്റിനടുത്ത് ഈ പെർഫെക്റ്റ് എൻട്രിയിൽ ഇവിടെ കിട്ടി. 100 പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ഒരു 100 പോയിന്റ്. ഇവിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഈ 1, 2, 3, 4 ഇവിടെ വന്ന് റിജക്ഷൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം. കാരണം ഇവിടെ നമുക്ക് അറിയത്തില്ല ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെയും കുറച്ച് ഒരു 50 പോയിന്റ് മാർക്കറ്റ് പിന്നെ മേലോട്ട് വന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് നേരെ താഴോട്ട് വരാൻ തുടങ്ങി. അപ്പം നമുക്ക് കൃത്യമായിട്ട് ബിഗിനേഴ്സിന് ഇവിടെ കൃത്യമായിട്ട് ഈ 4 ക്യാൻഡിൽ സുഖമായിട്ട് 10, 20, 30, 40 പോയിന്റ് നിങ്ങൾക്ക് പ്രീമിയത്തിനകത്തിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ATMനകത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് നമ്പർ 3. ഓക്കെ, പിന്നെ നമുക്ക് ട്രേഡ് ഇല്ല. പിന്നെ ട്രേഡ് നമുക്ക് റിസ്കി ട്രേഡുകളാണ്. അത് പിന്നെ ബിഗിനേഴ്സിനായാലും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ആണെന്നാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുന്നത്, സ്കാൽപ്പ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് റിജക്ഷൻ വന്നു, ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പം ട്രേഡർമാരായിട്ടുള്ളവർക്ക്, അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ നമുക്ക് ഒരു ട്രേഡ് എടുത്തു. ഇവിടുന്ന് റിജക്ഷൻ വന്നു, ഇവിടുന്ന് നേരെ തിരിച്ചു പോയി, വേണം തിരിച്ചു വന്നു. ഇവിടെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ വേണ്ട, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നോക്കിക്കേ, കറക്റ്റായിട്ട് വീണ്ടും ഇവിടെ ഈ എൻട്രിയെ പറ്റി ഒരാൾ പറയണമെന്ന് പറഞ്ഞായിരുന്നു. എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് എന്നെ പറഞ്ഞു, സാർ ഈ എൻട്രി കറക്റ്റാണോ അല്ലേ എന്ന് പറയണമെന്ന് പറഞ്ഞു. ഈ എൻട്രി കറക്റ്റാണ്. നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് വരച്ച് കാണിക്കുക. എന്തുകൊണ്ടാണ് ഈ എൻട്രി കറക്റ്റാണെന്ന് പറഞ്ഞത്? ഒന്ന്, ഇവിടെ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ വന്ന് ക്ലോസിങ് കിട്ടി ഇല്ലേ? ക്ലോസിങ് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ വന്ന് ക്ലോസിങ് വന്നപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവിടെ നേരത്തെ പ്രീവിയസ്ലി ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്ത് ബ്രേക്കൗട്ട് എടുത്ത് നേരെ പോയത്. അപ്പം വീണ്ടും തിരിച്ച് അതേ പോയിന്റിലേക്ക് മാർക്കറ്റ് വന്നു. അതേ പോയിന്റിൽ വന്നപ്പോൾ എന്താണ് ഇവിടെ സാഹചര്യം? ഇവിടുന്ന് റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിസ്കി ട്രേഡ് എടുക്കാം. എന്താണ് നമ്മുടെ റിസ്കി ട്രേഡ്? ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ്, 5 പോയിന്റ് അല്ല 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ലൈന് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ട് നമുക്ക് വീണ്ടും 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ നമുക്ക് ക്ലോസിങ് കിട്ടി. ഇത് 75% ബോഡി ഉണ്ട് ഇതിന് ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് ഒരു ട്രേഡ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പം ഈ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കറക്റ്റായിട്ട് ആ ട്രേഡ് കിട്ടിയല്ലോ. 1, 2, 3, 4 നമുക്ക് ഇവിടം വരെ ഈ ട്രേഡ് ഓൾറെഡി നമ്മളിവിടെ വരച്ചിട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇവിടം വരെ മതി നമുക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ ട്രേഡ് കിട്ടി. പലരും എടുത്തവരുണ്ട്. കാരണം ഇത് കറക്റ്റ് എൻട്രി അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു? 4 ഓപ്പർച്യൂണിറ്റി. ഇവിടെ എത്രയായിരുന്നു കാണിച്ചത്? 4 ഓപ്പർച്യൂണിറ്റി ഇന്ന് മാർക്കറ്റിനതിൽ നമുക്കിന്നുണ്ടായിരുന്നു ഇല്ലേ? വരച്ച് കാണിക്കുക എവിടെയൊക്കെയാണ്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇവിടെ 1, പിന്നെ എവിടെയാണ്? ഇവിടെ റീടെസ്റ്റ് ചെയ്തത് 2, ഈ ക്യാൻഡിൽ പെർഫെക്റ്റ് എൻട്രി 3, പിന്നെ 4ാമത്തെ എൻട്രി ഇവിടെ. 4 എൻട്രി സുഖമായിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 എൻട്രി ബിഗിനേഴ്സിന് സുഖമായിട്ട് എടുക്കാമായിരുന്നു. ഈ എൻട്രി, ഈ പെർഫെക്റ്റ് എൻട്രി, ഈ രണ്ടും ബിഗിനേഴ്സിന് നോക്കിയിരുന്ന് കൃത്യമായിട്ട് എടുക്കാമായിരുന്നു. മറ്റുള്ളവർക്ക് ട്രേഡേഴ്സിന് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇതാണ് ഇന്നത്തെ ടോട്ടൽ സിനാരിയോ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോ എൻട്രികളും കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ മാർക്കറ്റിൽ എന്താണ്? അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 22,000 ഹോൾഡ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഇതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. 22,000 അപ്പോൾ എന്ത് ചെയ്തു? മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. അപ്പോൾ ഇനി രാത്രി ട്രംപണ്ണൻ എന്തെങ്കിലും പറയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇത് വാലിഡ് അല്ല. ഇത് നമുക്ക് ഇങ്ങനെ ആക്കാം.
ഇതാണ് ഇന്നത്തെ ഹൈ അത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി നമുക്ക്. ഓക്കെ, ഇന്നത്തെ ഹൈ ആണിത്. ഇനി മാർക്കറ്റ് എന്താണ്? നാളത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ്. കൃത്യമായിട്ട് നമുക്ക് എൻട്രി ഉണ്ട് ഓൾറെഡി. ഇത് എത്രയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്? 22,337 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,337 ഈ റേഞ്ച് ഇതിന് അടുക്ക് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്ര റേഞ്ച് വേണം. ഈ റേഞ്ചിൽ എങ്ങോട്ടേലും മാർക്കറ്റ് പോയെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതി. ഇത് വേണ്ട, അതിന് വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ്. റേഞ്ച് രണ്ടും ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം. ഇവിടുന്ന് മേലോട്ടാണെങ്കിൽ മേലോട്ട്. രണ്ടാമത്തേത് ഇവിടുന്ന് ഇങ്ങോട്ട്. മൂന്നാമത്തേത് ഇത്. ഓക്കെ, നാലാമത്തെ ഇവിടെ കിടപ്പുണ്ട്, വരച്ചിട്ടേക്കാം. നമ്മളെപ്പോൾ ശുഭാപ്തി വിശ്വാസക്കാരാണല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്ക് അത് ഇടാം. നമ്മുടെ പോള് ആവേശകരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം താഴോട്ട് ഈ രണ്ട് താഴോട്ട് ഓൾറെഡി എല്ലാം വരച്ചിട്ടേക്കുക. ഇനി അടുത്ത് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഈ രണ്ട് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആയിട്ട് വരയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് പ്രൈസ് ബാൻഡ് ഇട്ട് തരണോ? പ്രൈസ് ബാൻഡ് ഇടണമെങ്കിൽ സമയം വെറുതെ പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ എളുപ്പമായിരിക്കും. അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാഴ്ചക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരാ കാണുമായിരിക്കും. ഓക്കെ, ഞാൻ ഈ പ്രൈസ് ബാൻഡ് 22 ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ? ഇത് ഓൾറെഡി നിങ്ങളുടെ ഇത് കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴും ചെറിയ ഇത് വരും കേട്ടോ. നിങ്ങളത് ചെറിയ വ്യത്യാസങ്ങൾ പോയിന്റിനെ നിങ്ങൾ നോക്കിക്കോണം. 156, 155, 217, 217. ഇനി ഇവിടെ പ്രൈസ് ബാൻഡ് വെക്കണം അല്ലേ? പ്രൈസ് ബാൻഡ് നമുക്ക് എത്രയാണ്? 291. 291. മേളത്തെ ബാൻഡ് എത്രയാ? 394. 394. ഓക്കെ, മുകളിലത്തെ ഇനി ടാർജറ്റ് എത്രയാണ്? ഓരോന്നും 448. 448. ഈ പോയിന്റുകളൊക്കെ നിങ്ങളങ്ങ് വിട്ടേക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിലങ്ങ് പിടിച്ചിട്ടിരിക്കല്ലേ. 551 മതിയോ? ഇത്രയും മതിയല്ലോ. മേളത്തെ വേണോ? നിങ്ങൾക്ക് ഇത് കാണാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. 620. ഓക്കെ, അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ വീഡിയോയുടെ വ്യൂ നോക്കും കേട്ടോ. ജസ്റ്റ് ഓടി വന്നിട്ട് ഇത് വന്ന് നോക്കി ലെവലും എഴുതിയെടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ വീഡിയോ കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാം. ഓക്കെ, എന്നെ പറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം ഇത്ര ആയല്ലോ. അപ്പം മാർക്കറ്റ് ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി ഇനി കളർ മാറ്റണോ? ഇനി അങ്ങനെ പ്രശ്നം വരുമോ? ഇനി കളറൂടെ മാറ്റിക്കുക. ഇനി അതിൻ്റെ ഇത് കാണണം, ചേട്ടാ നാളെ കളറ് അങ്ങനെ ആയിപ്പോയി ഉടനെ വരും എനിക്ക് മെസ്സേജ്. കളർ എന്താ മാറ്റാൻ ഞാൻ ഒരു തരത്തിലല്ല. നമുക്ക് ഇത് എന്തോ വേണ്ടത്? ബ്ലൂ. ഇത് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇത്രയൊക്കെ ഇത്രയും പെർഫെക്റ്റായിട്ടൊക്കെ ആര് ചെയ്തു തരും? ഓക്കെ, സ്വന്തം ഭാര്യ പോലും ഭർത്താവ് പോലും ചെയ്തു തരുമോ ഇങ്ങനെ? ഓക്കെ, അപ്പോൾ തമാശ പറഞ്ഞാണ്. ഇനി അതെടുത്ത് ഇനി ആൾക്കാർ ഇനി സോഷ്യൽ മീഡിയയൊക്കെ കലക്കണ്ട. ഓക്കെ, മുകളിൽ നോക്കിക്കുക. മുകളിലും താഴെ രണ്ട് നമ്മുടെ റേഞ്ച് കിട്ടി. ബാക്കി ലെവലുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നാളെ മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ട് മാത്രം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് എങ്ങോട്ടും അല്ല, ബാക്കിയല്ല ഞാൻ പറയുന്നത് തന്നെ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.